നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന ചടങ്ങിന്റെ കൊടിയേറ്റം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കട്ടിലപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണക്കൂടാരം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിവുള്ളവരാകണം കോൺഗ്രസ് പ്രവർത്തകരെന്ന് പ്രതിപക്ഷ നേതാവ് പുന്നംപറമ്പിൽ നടന്ന ഭവനദാന ചടങ്ങിൽ പ്രസ്താവിച്ചു. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ സംവരണ വാർഡുകളെ നറുക്കെടുപ്പിൽ നിശ്ചയിച്ചു. വാർത്തകൾ വിശദമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള കൊടിയേറ്റം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള വിളംബര കൊടിയേറ്റമാണ് നടത്തിയത്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സംഘാടക സമിതി ഓഫീസിന് മുൻപിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് മെമ്പർമാരായ PS സജിത്, ലിബി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഏകദേശം 50 ലക്ഷത്തിലധികം സന്ദർശകർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് ഇനി 10 നാൾ മാത്രമാണ് കാത്തിരിപ്പ്. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊടിയേറ്റത്തിനു ശേഷം വിവിധ ആദിവാസി ഊരുകളിലെ കുട്ടികൾ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു. ഒരു കാലത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ആ ദിവസം വരികയാണ്. ഒക്ടോബർ 28 371 കോടി കിഫ്ബി സമ്മാനിച്ച് പ്ലാൻ ഫണ്ടിൽ നിന്നും പലവിധത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ചു. ലോകത്തിന്റെ നെറുകയിലേക്ക് നടക്കാൻ പുത്തൂർ ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ അഭിമാനബോധത്തോടുകൂടി നമ്മളെല്ലാവരും നിൽക്കുന്ന ഒരു സമയമാണ്. ആളുകളെല്ലാവരും ചോദിച്ചു, ഒക്ടോബർ 28-ന് പൂർത്തിയാകുമോ സുവോളജിക്കൽ പാർക്ക്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, സുവോളജിക്കൽ പാർക്ക് ലോകമുള്ളിടത്തോളം കാലം പൂർത്തിയാകാതെ നവീകരിച്ചുകൊണ്ടേയിരിക്കണം എന്ന അഭിപ്രായമുള്ളയാളാണ്. കാരണം ഓരോ ഘട്ടത്തിലും ഓരോ ആശയങ്ങളും ഓരോ നവീകരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു ആദ്യ ആശയം. അത് പൂർത്തിയായി. 10.5 ഏക്കർ ഭൂമിയിൽ നിന്ന് 347 ഏക്കറിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുറന്ന സൗകര്യങ്ങളുടെയും സാധ്യതകളുടെയും മുമ്പിലേക്ക് സ്വാഭാവികമായിട്ടും പുത്തൂരിലെ കേരളത്തിലെ തന്നെ ഒരു പക്ഷേ ആദ്യത്തെ ഡിയർ സഫാരി പാർക്ക്, സുവോളജിക്കൽ പാർക്ക് ഓരോ ദിവസം കഴിയും തോറും അവസാനിക്കുകയല്ല, പരിസമാപ്തിയിലേക്ക് പോവുകയല്ല, പുതിയ പുതിയ സൂര്യോദയങ്ങളിലേക്ക് ലോകത്തെ കൂട്ടി നടക്കലാണ്. കേവലം ഒരു മൃഗശാലയല്ല സുവോളജിക്കൽ പാർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്ര കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ 4 കുരങ്ങന്മാരെ കൊണ്ടുവരുന്ന കൂട് കാണുകയുണ്ടായി. ആ കൂട്ടിലുള്ള ഏറ്റവും മുതിർന്ന കുരങ്ങൻ്റെ ശരീരം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ചോരപ്പാടാണ്. ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറ്റിയത്? അവർ പറഞ്ഞ്, ഈ കുഞ്ഞു കൂട്ടിലിരുന്ന് ഇവരെല്ലാം പരസ്പരം തല്ലു പിടിച്ച് ശരീരം കീറി അവർ വരുന്നത് ഒരു പുതിയ ലോകത്തേക്കാണ്, വിസ്മൃതമായ ഒരു ലോകത്തിലേക്ക്. ഞാൻ സത്യത്തിൽ ദാസ് മാഷയുടെ പുസ്തകത്തിലെ ചിമ്പൂനെ ഓർത്തു. സത്യത്തിൽ പുതിയൊരു ലോകത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതിരുകളില്ലാത്ത വിധം യാത്ര ചെയ്താൽ വലതുഭാഗത്ത് വരാൻ പോകുന്ന പെറ്റിംഗ് സൂ, സുവോളജിക്കൽ പാർക്കിൻ്റെ ആദ്യ യാത്രയിൽ ആ അനുഭവമില്ല. പെറ്റിംഗ് സൂ ഔപചാരികമായി അദ്ദേഹം തറക്കല്ലിടുകയാണ്. ഹോളോഗ്രാം സൂവിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഹോളോഗ്രാം ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, സൂരംഗത്ത് ആദ്യമാണ് എന്നാണ് അതിൻ്റെ പ്രായോജകർ പറയുന്നത്. പുതിയ അനുഭവമായി കട്ടിലപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണക്കൂടാരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഗുണമേന്മയുള്ള ശിശു സൗഹൃദ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒല്ലൂക്കര BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ശിശു സൗഹൃദ ക്ലാസ് മുറികളും ചിൽഡ്രൻസ് പാർക്കുമടക്കം 13 പ്രവർത്തന ഇടങ്ങൾ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ ചന്ദ്രൻ, സാവിത്രി സദാനന്ദൻ, KP പ്രശാന്ത്, ജെയ്മി ജോർജ്, പ്രധാന അധ്യാപിക M രേണുക എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ സ്വാഗതവും പ്രിൻസിപ്പൽ ശാലിനി റാണി നന്ദിയും അറിയിച്ചു. ഈ കരാറുകാരൻ തന്നെ പട്ടിക്കാട് സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തതുകൊണ്ട് കുറച്ചവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ എന്നൊരു സംശയം തോന്നിയതിനെ തുടർന്ന്
കഴിഞ്ഞ ദിവസം ഞാനും ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രിയും കൂടി വിവിധങ്ങളായ ഈ മണ്ഡലത്തിലെ കളിക്കളങ്ങളുടെ നിർമ്മാണം ആലോചിച്ച ഘട്ടത്തിൽ ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചു. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിവുള്ളവരായിരിക്കണം കോൺഗ്രസ് പ്രവർത്തകരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൊഴുത്തിലുറങ്ങിയും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പഠിച്ചും മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ തെക്കുംകര താമസിക്കുന്ന കുണ്ടുക്കാട്ടുപറമ്പിൽ രാജീവ് സജിത ദമ്പതികളുടെ മകനായ അഭിനവിന് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 12 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു നൽകിയ രാഹുൽ G ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു VD സതീശൻ. അഭിനവിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായ മുഴുവൻ ചിലവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്ട്, ജില്ലാ UDF മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, ഭവന നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ PV വിനയൻ, വൈസ് ചെയർമാൻ എൽദോ തോമസ്, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, VG സുരേഷ് കുമാർ, ജോസഫ് പൂമല, KT ജോയ്, VM കുര്യാക്കോസ്, ബുഷറ റഷീദ്, IA സബീല, ജോഷി കല്ലിയൽ എന്നിവർ പങ്കെടുത്തു. വരണം, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്ന ദിവസം ഇവിടെ വെച്ചൊരു സ്വീകരണം കൊടുക്കും. അതിന് ഞാൻ മിടുക്കനായി പഠിച്ചവൻ, മിടുക്കനായി. ഇത് ഞാൻ എപ്പോഴും ചോദിക്കും, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്, പൊതുപ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ വിഷമങ്ങൾ കാണുമ്പോൾ ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമം, മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പാൻ നമ്മൾ നടത്തുന്ന ശ്രമം, അതിനുള്ള തീഷ്ണമായ നമ്മുടെ പ്രയത്നത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം, പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തെളിയിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റിനെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും, അതിന് പ്രചോദനമായ ശ്രീ ജോസ് വള്ളൂരിനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആവുന്നത്, പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലാവുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ്, പൈതൃകം അതാണ്. അത് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൻ്റെ നമ്മുടെ നേതാക്കന്മാർ അങ്ങനെയുള്ളവരായിരുന്നു, നമ്മുടെ പൈതൃകം അങ്ങനെയുള്ളവരായിരുന്നു. സങ്കടങ്ങളിൽ വിഷമങ്ങളുള്ള അവരെ ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകരാണ് നമ്മളെന്നുള്ള അഭിമാനബോധം നമുക്കുണ്ടാകണം. ഞാൻ വലിയ നീണ്ട രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല. എനിക്ക് അഭിനവനെ ഇരുത്തി വലിയ രാഷ്ട്രീയമൊക്കെ പറയാൻ ഒരു മടിയാണ്. ഞാൻ നേരത്തെ ജോസിനോട് പറഞ്ഞു. എങ്കിലും എല്ലാവരുടെയും ചുറ്റും സങ്കടങ്ങളാണ്, അല്ലേ? രൂക്ഷമായ വിലക്കയറ്റമാണ് നമ്മുടെ നാട്ടിൽ. 4 കൊല്ലം മുമ്പ് 120 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് 450, 480 വരെ ഇപ്പം ഇടയ്ക്കൊന്ന് കുറഞ്ഞു, വീണ്ടും കൂടും. പഞ്ചസാരയുടെ വില ഇരട്ടിയായി. അരി, ഉഴുന്ന്, പരിപ്പ്, കടുക്, കടല, എല്ലാ സാധനങ്ങൾക്കും, അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില വർദ്ധിച്ചു. 150% മുതൽ 200% വരെ വില വർദ്ധിച്ചു. പച്ചക്കറിയുടെ വില വർദ്ധിച്ചു. ഞാനിപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസം ഉണ്ടായിരുന്നു, 2024 ഒക്ടോബർ മാസം, അന്നൊരു ഇടത്തരം കുടുംബത്തിൻ്റെ, വലിയ പണക്കാരുടെ വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഇടത്തരം സാധാരണ കുടുംബത്തിലെ ചിലവ് എത്രയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം, വീട്ടമ്മമാർക്കറിയാം. ഒരു വീട്ടിലെ ചിലവ് അത് കണക്കൊക്കെ എഴുതി വയ്ക്കുന്ന ആൾ. 2025 ആയപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചിലവ് എത്ര വർദ്ധിച്ചു? വിലക്കയറ്റം, ഇലക്ട്രിസിറ്റി ചാർജ് തന്നെ 3 പ്രാവശ്യം കൂടി. നവംബറിൽ ഇറങ്ങിയ ഓർഡറിൽ നവംബറിലും കൂട്ടി, ഏപ്രിലും കൂട്ടി. 3ാമത്തെ പ്രാവശ്യം കൂട്ടിയെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ഇനി റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്തയച്ചേക്കാണ്. വീണ്ടും 32 പൈസ കൂട്ടണമെന്നും പറഞ്ഞു. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ കൂട്ടില്ലായിരിക്കും. ഇതെല്ലാം കൂടി ഞാൻ പറയുന്നു, ഒരു 15,000 രൂപയുടെ തൊട്ട് 20,000 രൂപയുടെ വരെ ഒരു ചെലവ് ഒരു സാധാരണ കുടുംബത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ശരിയല്ലേ? എവിടെന്നാ വരുമാനം കൂടിയിട്ടുണ്ട്? ആരെങ്കിലും വരുമാനം കൂടിയിട്ടുണ്ടോ? നമ്മളെ ബുദ്ധിമുട്ടിക്കുക, സെസ്, മറ്റത് മറിച്ചത്, എല്ലാ സാധനങ്ങളുടെയും വിലക്കയറ്റം. എന്നാൽ മാവേലി സ്റ്റോറിൽ പോയി വില കുറച്ച് മേടിക്കാമെന്ന് വെച്ചാൽ മാവേലി സ്റ്റോറിലൊരു കാര്യമില്ല. ഞാൻ പണ്ട് പറഞ്ഞു, കഴിഞ്ഞ ഡിസംബറിൽ ഒരു ട്രോൾ ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ്റെ അലമാര എല്ലാം ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുക.
അതിൻ്റെ അടിയിൽ സന്തോഷം അത് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ മാവേലീശ്വരൻ്റെ അലമാര, ഒരു കുന്തവും ഇല്ല അല്ലേ? ഒരു വർഷം കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു വീടും പൂർത്തിയാക്കാതിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ വെറും 75 ദിവസങ്ങൾ കൊണ്ടാണ് നേതാവ് വിനീഷ് എമ്മാറിനെ ആദരിക്കുന്നു. തെക്കുംകരയുടെ ഭാവി വാഗ്ദാനമായ വിനീഷ് എമ്മാറിനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിക്കുന്നു. എന്നിവരെ ആദരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ സ്റ്റേജിലേക്ക് എത്തണം. ജമാൽ, ജോഷി കല്ലിയൽ, അശ്വിൻ തമ്പി, ഒ ശ്രീകൃഷ്ണൻ. മാടക്കത്ര പഞ്ചായത്തിലെ മുള്ളൻചിറ റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നീതി ഔദാര്യമല്ല, അവകാശമാണ്. ഈ മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സ്വീകരണ സമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റനും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറുമായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ്, രൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, രൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ എന്നിവർ സംസാരിച്ചു. മതേതൃത്വ ഭരണഘടനാ സംരക്ഷണം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, വന്യമൃഗ ആക്രമണം, ഭൂനിയമങ്ങൾ, കാർഷികോൽപ്പന്ന വിലത്തകർച്ച, വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന യാത്ര ഈ മാസം 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ സഭയെ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാറുള്ളത് മെത്രാന്മാരുടെ പേരിലാണ്. ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ സഭയുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിൽ ഇവിടുത്തെ അൽമായര് ആണ് ഈ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളവർ. അത് ഒരിക്കൽ കൂടെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ അൽമായ മുന്നേറ്റമായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര, അത് ഈ സഭ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമുദായം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ജനസമക്ഷം എത്തിക്കുവാൻ, ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള വലിയ ഒരു പരിശ്രമമാണ്. കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന്, മലബാറിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന്, പാണത്തൂരിൽ നിന്നാണ് ആരംഭിച്ചത്, പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച, കർണാടകയുടെ ബോർഡറിൽ നിന്ന് ആരംഭിച്ച ഈ അവകാശ സംരക്ഷണ ജാഥ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റിനോട് ചേർന്ന് ഞാനും ഈ ജാഥ ക്യാപ്റ്റനെയും ഗ്ലോബൽ ഡയറക്ടറെയും ഗ്ലോബൽ ഭാരവാഹികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും ഹൃദയപൂർവ്വം തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തൃശ്ശൂർ അതിരൂപതയിലെ ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും, അത് ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്ന് തന്നെ ഒരു കൃത്യമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ ഇടവക തലത്തിലും കൊറോണകളുടെ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു ആവേശം പറയാൻ ആഗ്രഹിക്കുകയാണ്. മാടക്കത്ര പഞ്ചായത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നിർമ്മിച്ച താണിക്കുടം ദീർദാനി റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ
അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ സ്റ്റെപ്പിൽ തന്നെ ഞങ്ങൾക്ക് 6 റോഡുണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും അത്രയധികം തുകയുടെ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ എല്ലാ റോഡും PMDC ആവാൻ നേരത്തെ പൊങ്ങണങ്ങാട് നിന്ന് കരുമാത്രയ്ക്ക് കിടന്നിരുന്ന റോഡ് എങ്ങനത്തെ റോഡാണ്? ഇനി ആ റോഡിന്റെ പണിയൊന്ന് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കാണാം, വിമാനത്താവളത്തിലേക്കുള്ള റോഡ് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡ് ഇവിടെ നിന്ന് പൊങ്ങണങ്ങാട് വരെ, പൊങ്ങണങ്ങാട് നിന്ന് മുടിക്കൂട് വരെ ഇത്ര മനോഹരമായിട്ട് ഒരു റോഡ് സമീപകാലത്ത് നമ്മൾ കണ്ടെത്താറില്ല. മെയിൻ റോഡുകളൊക്കെ തീർന്നു. നേരത്തെ ഞങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ പറയായിരുന്നു, മെയിൻ റോഡുകളൊക്കെ തീർന്നു. ചെറു റോഡുകളിലേക്ക് കടന്നു. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും അതിൻ്റെ തന്നെ വിവിധ വകുപ്പുകൾ, ഇത് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ റോഡാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതും ഈ കരുവാങ്കാട് തീർത്ഥാനിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് പഞ്ചായത്ത് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലുള്ളൊരു ഗുണം, പഞ്ചായത്തിനൊരു വികസന രേഖ, ബ്ലോക്കിനൊരു രേഖ, ജില്ലാ പഞ്ചായത്തിനൊരു രേഖ, സർക്കാരിനൊരു രേഖ, അങ്ങനെയില്ല. മെമ്പർമാർക്കും MLAക്കും വെവ്വേറെ അഭിപ്രായമില്ല. തയ്യാറാക്കുന്ന അഭിപ്രായത്തിൽ ആർക്കാണോ പണം കൊടുക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് കൊടുക്കുക. അപ്പൊ അത് തയ്യാറാക്കുക ബേസിക്കായിട്ട് പഞ്ചായത്തായിരിക്കും. അതിൽ ബ്ലോക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബ്ലോക്ക്, പഞ്ചായത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന് പറ്റുന്ന ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന സർക്കാരിന് പറ്റുന്ന സംസ്ഥാന സർക്കാർ. ആവശ്യത്തിനാണ് പ്രാധാന്യം. അത് എവിടെ നിന്ന് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചവനെയാണ്, ഈ സംവിധാനങ്ങൾ തുടരണം. അതാണ് ഏറ്റവും പ്രധാനം. വികസനത്തിന്റെ ഒരു പാതയിൽ എങ്ങനെയാണോ മാടക്കത്ര പോയത്, ആ വികസനം ഇനി തല്ലിപ്പൊളിക്കാൻ അവസരം കൊടുക്കാത്ത വിധം നമുക്ക് മുന്നോട്ട് പോകണം എന്ന ആവശ്യം കൂടി സ്നേഹപൂർവ്വം മുന്നോട്ട് വെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ച് നമുക്കിത് അവസാനിപ്പിച്ചു പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഞാൻ എന്റെ പറഞ്ഞു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുനിസിപ്പൽ കോർപ്പറേഷനിലെ സംവരണ നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിച്ചു. പട്ടികജാതി സ്ത്രീ സംവരണം എന്നീ വിഭാഗങ്ങൾക്കായി വാർഡുകൾ നിശ്ചയിച്ചു. ആകെ 30 വാർഡുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 2 വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണം, 2 വാർഡുകൾ പട്ടികജാതി സംവരണം, 26 വാർഡുകൾ സ്ത്രീ സംവരണവുമാണ്. കൊച്ചി കോർപ്പറേഷൻ ടൗൺ ഹാളിലാണ് നറുക്കെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നിയോജക മണ്ഡലങ്ങളുടെ സംവരണം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് 21 രാവിലെ ജില്ലാ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടക്കും. വാർഡുകൾ തിരിച്ചുള്ള സംവരണ പട്ടികയിൽ പട്ടികജാതി സ്ത്രീ സംവരണം 13 മുല്ലക്കര, 48 അരണാട്ടുകര, പട്ടികജാതി സംവരണം 4 വിയൂർ, 17 കുട്ടനല്ലൂർ, സ്ത്രീ സംവരണം 2 കുട്ടൻകുളങ്ങര, 5 പെരിങ്ങാവ്, 8 വില്ലടം, 10 ഗാന്ധിനഗർ, 12 നെട്ടിശ്ശേരി, 16 കൃഷ്ണാപുരം, 19 കാളത്തോട്, 21 കിഴക്കുംപാട്ടുകര, 25 വളർക്കാവ്, 26 അഞ്ചേരി, എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, ഒല്ലൂർ, ചിയാരം, കണ്ണംകുളങ്ങര, തേക്കിൻകാട്, തിരുവമ്പാടി, കൊക്കാല, കുറുക്കഞ്ചേരി, കണിമംഗലം, പനമുക്ക്, നെടുപുഴ, ലാലൂർ, കാനാട്ടുകര, അയ്യന്തോൾ, പുല്ലഴി എന്നിവയാണ്. മണ്ണിനെ തൊട്ടറിഞ്ഞ് കളക്ടർ. കർഷകർക്കൊപ്പം മണലിപ്പുഴ കണ്ണോത്ത് കോൾപ്പാടത്ത് ട്രാക്ടർ ഓടിച്ച് നിലമുഴുത് കളക്ടർ. ഔദ്യോഗിക ഫയലുകളുടെ തിരക്കുകൾ മാറ്റിവെച്ച് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാടത്തിറങ്ങി. ഇത് കർഷകർക്കൊരു സർപ്രൈസായി. മണലിപ്പുഴ കണ്ണോത്ത് കോൾപ്പാടശേഖരത്തിൽ പുതിയ കൃഷിക്ക് നിലമൊരുക്കുന്ന കർഷകരുടെ അടുത്തെത്തി കളക്ടർ അവരിൽ ഒരാളായി മാറി. കൃഷിക്കൊരുക്കിയ ഉഴുതുമറിച്ച 2 പാടശേഖരങ്ങൾ കളക്ടർ സന്ദർശിച്ചു. കർഷകരുമായി സംസാരിക്കുന്നതിനിടയിൽ നിലമുഴാൻ തയ്യാറായി നിന്നിരുന്ന ട്രാക്ടർ കണ്ടപ്പോൾ ഒരു കൈ നോക്കണമെന്ന് സംശയിച്ചു. കർഷകരുടെ പ്രോത്സാഹനത്താൽ പിന്നെ മടിച്ചില്ല. ട്രാക്ടറിന്റെ സ്റ്റിയറിംഗ് എടുത്തു. കോൾപ്പാടത്തിന്റെ ചെളിയിലൂടെ ട്രാക്ടർ ഓടിച്ച് നിലമുഴുതപ്പോൾ കളക്ടറെ കൗതുകത്തോടെ നോക്കി നിന്നു കർഷകരും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കള്ളായി ഇരുമ്പനാട് റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗം മിഥുൻ തീയത്തുപറമ്പിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പും സംയുക്തമായി ജോട്ട ജോട്ടിയുടെ ജില്ലാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഹാം റേഡിയോ വഴി ഉദ്ഘാടനം ചെയ്തു. 800ഓളം വരുന്ന സ്കൗട്ടുകളും ഗൈഡുകളും ഹാം റേഡിയോ വഴിയും ഇന്റർനെറ്റിൽ കൂടിയും കേരളത്തിലും വിദേശത്തുമുള്ള സ്കൗട്ടുകളും ഗൈഡുകളുമായി പരിചയപ്പെടാനും ആശയവിനിമയത്തിനും സാധിച്ചു. തൃശൂരിലെ ജോട്ട ജോട്ടി സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അവസരം വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. ജില്ലാ ട്രഷറർ AM ജെയ്സൺ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ജിഷോ S പുത്തൂർ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ലീഡർ ഹൃദ്യ, അസിസ്റ്റന്റ് ജില്ലാ കമ്മീഷണർ VS ഡേവിഡ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സീനിയർ സ്കൗട്ട് മാസ്റ്റർ CA തോമസ് നന്ദി അറിയിച്ചു.
അതിരുകളില്ലാത്ത സൗഹൃദമാണ് ഇതിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. V3 Delta Tango Lima. This is V3 Delta Victor. സാർ പറഞ്ഞ മെസ്സേജ് ക്ലിയർ ആയിരുന്നോ? ഓവർ. V3 Delta Tango Lima answer. സാർ പറഞ്ഞ മെസ്സേജ് ക്ലിയർ ആയിരുന്നു. ഓവർ. 2025-26 സീസണിലേക്ക് തൃശൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസിന് കീഴിൽ കൃഷിഭവന്റെ അടിസ്ഥാനത്തിൽ ഫീൽഡ് തലത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 89 ദിവസത്തേക്ക് താൽക്കാലിക നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. തലപ്പള്ളി, മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ചാവക്കാട്, കുന്നംകുളം താലൂക്കിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. താൽപര്യമുള്ളവർ ഒക്ടോബർ 24 വൈകിട്ട് 5-നകം തൃശൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ മുൻപാകെ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-296-5260. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വിദ്യാനഗർ 6ാം ലൈൻ റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സോഫി സോജൻ എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 28 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ്. അതിന്റെ എല്ലാം തിരക്കിലാണ് നമ്മൾ. മാടക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം TLDC ആക്കാത്ത PWD റോഡില്ല. ഉൾമേഖലകളിലെ റോഡുകൾ വരെ പഞ്ചായത്ത് ഫണ്ടും ബ്ലോക്ക് ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കൌൺസിലർമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. MSW, MA സോഷ്യോളജി, MA MSc സൈക്കോളജി, വിമൻ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സാണ് പ്രായപരിധി. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാബത്ത അനുവദനീയമല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487-2382-573. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ
വാർത്തകൾ തുടരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച അവണാന്ത്ര റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട ശക്തി സൗന്ദര്യം അതിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. PWD റോഡുകളെല്ലാം BMBC റോഡുകളായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ ജില്ലയിൽ എല്ലാ റോഡുകളും BMBC ആകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് മാറുക. നിങ്ങളെടുത്ത് നോക്കൂ, ഏത് റോഡും ഇപ്പോൾ ഏതാണ്ട് കരിമാത്ര പൊങ്ങണങ്കാട് റോഡ് അതിന്റെ അവസാന ഘട്ടത്തിലായി. BM തുടങ്ങി പൊങ്ങണങ്കാട് നിന്ന്, അല്ല BC. BM ആദ്യം കഴിഞ്ഞു, BC തുടങ്ങി. ഇനി ബസ് സ്റ്റോപ്പുകൾ വരാനുണ്ട്, ടൈല് വിരിക്കാനുണ്ട്, മാർക്ക് ചെയ്യാനുണ്ട്, റോഡ് വരയ്ക്കാനുണ്ട്. പൊങ്ങണങ്കാട് നിന്ന് കരിമത്രയ്ക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്കാണോ പോണേന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള റോഡായിട്ട് മാറുക. പൊങ്ങണങ്കാട് നിന്ന് മുടിക്കോട്ടയ്ക്കോ പണി തുടങ്ങി ചരക്കക്കോട് വരെ വന്നിട്ടുണ്ട്, സൈഡ് കെട്ട്. ഇപ്പുറത്തും ഇത്തിരി ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കും. ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. നമ്മുടെ സുരേന്ദ്രേട്ടന്റെ വീടായിട്ടുള്ള പ്രാണ്ടിപ്പറമ്പിൽ നിന്ന് കട്ടിലപ്പൂവത്തേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു യാത്രയാണ്. പൊങ്ങണങ്ങാട് പള്ളിപ്പെരുന്നാൾ ഇവിടെ ഉണ്ടോന്ന് സംശയം തോന്നുന്ന വിധത്തിൽ വെളിച്ചമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് റിഫ്ലക്ടർ വെച്ച് എല്ലാ റോഡുകളും BMBC ആവുകയാണ്. ഇപ്പോ ഈ വരുന്ന 28-ാം തീയതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി കൂടി നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അത് കച്ചിത്തോട് എന്ന് പറയുന്ന ഡാം, കച്ചിത്തോട് ഡാമായിരുന്നു നേരത്തെ എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം, അത്രയേ ഉള്ളൂ. അത് സങ്കല്പത്തിൽ നിന്ന് യഥാർത്ഥത്തിലൊരു ഡാം ആവുകയാണ്. 5 കോടി രൂപ ചെലവഴിച്ചു. പറ്റുമെങ്കിൽ ആളുകൾക്ക് രാവിലത്തെ നടത്തം ബൈക്ക് എടുത്ത് പോയി എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കച്ചിത്തോട്ടയ്ക്ക് വരാം. 1.5 കിലോമീറ്റർ ദൂരം നടക്കാനുള്ള വാക്ക്വേ ഉൾപ്പെടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ റോഡുകളും നാടും ഒക്കെ മാറുന്നതിന്റെ അസഹനീയമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം. ഓരോ വാർഡിലേക്കും മാടക്കത്തറ പഞ്ചായത്തിലെ കായലോരം റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ എല്ലാ PWD റോഡുകളും BMBC. വലുതെന്ന് തോന്നുന്ന എല്ലാ റോഡുകളും പ്രധാനമായും 25 ലക്ഷത്തിലധികം വരേണ്ട സംഖ്യ ചെലവഴിക്കുന്ന റോഡുകളൊക്കെ സർക്കാർ നേരിട്ടെടുക്കും. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അവരുടെ ഫണ്ടുകളിലും പരിമിതികൾക്കും അകത്തു നിന്നുകൊണ്ട് മാക്സിമം പണം യഥാർത്ഥത്തിൽ ചെലവഴിച്ചു. ഇപ്പോ കായലോരം റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് CMLRRP-യിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിലൂടെ സംഖ്യ ചെലവഴിച്ചിട്ടുള്ള ഒരു റോഡാണ്. എല്ലാ റോഡും ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോ ഒരു റോഡ് മാത്രമേ ഞങ്ങൾ നേരത്തെ ചെയ്തു. അത് പ്രശാന്തിക്ക് ബുദ്ധിമുട്ടിയാണ്. കാരണം ഒരുപാട് 2 റോഡുകൾ വെച്ച് ചെയ്യേണ്ട എന്ന് കരുതി. തൊട്ടപ്പുറത്ത് വില്ലത്തേക്ക് പോകുന്ന ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള അതിനേക്കാൾ തീരുമാനിക്കുന്നത് എല്ലാം ഈ നാട്ടിൽ തന്നെ. ഓരോ വാർഡിനും നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത്. അപ്പുറത്തെ വാർഡിലേക്ക് പോകുമ്പോൾ ആ വാർഡിലാണ് സംശയം തോന്നും. ഇങ്ങനെ പ്രയോറിറ്റി പൂർണ്ണമായിട്ട് നിശ്ചയിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തു. പഞ്ചായത്തിന്റെ അധികാരത്തിൽ ആ പ്രയോറിറ്റി തീരുമാനിച്ച് ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും സർക്കാരിനും MLA-ക്കും എല്ലാം വെക്കുന്ന ഫണ്ടുകൾ അതിലേക്ക് കൂട്ടിവെച്ച് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് യഥാർത്ഥത്തിൽ നമുക്ക് അറിയിച്ചത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിക്ഷേപ തട്ടിപ്പ്, പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ 14 ദിവസത്തിനകം അപേക്ഷ നൽകണം. പരാതിയുള്ളവർ ക്ലെയിം അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നിർദ്ദിഷ്ട ഫോമിൽ 14 ദിവസത്തിനുള്ളിൽ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുൻപാകെ
നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-223-9530 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടിമിന്നൽ പോലെ മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് ഘടിപ്പിച്ച ബൈക്കുമായി വന്ന 2 യുവാക്കളെ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവുമാണ് ചെട്ടിയങ്ങാടിയിൽ നിന്നും ബൈക്ക് പിടികൂടിയത്. പത്തനംതിട്ടയിൽ നിന്ന് തൃശൂരിലേക്ക് വന്ന അശ്വിനും സുഹൃത്തുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത്. വാഹനത്തിന്റെ പുറകിലെ നമ്പർ പ്ലേറ്റ് മടക്കി വയ്ക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു. ഹെഡ്ലൈറ്റിൽ മാറ്റം വരുത്തിയതിനും നമ്പർ പ്ലേറ്റിനും റിയർ വ്യൂ മിറർ, സാരി ഗാർഡ് എന്നിവ ഇല്ലാത്തതിനും ചേർത്ത് 9,250 രൂപ പിഴ ഈടാക്കി. അത്താണി മെഡിക്കൽ കോളേജ് റോഡിൽ ഇൻഡസ്ട്രിയൽ ഗേറ്റ് നമ്പർ 2 പരിസരത്ത് ഇന്റർലോക്ക് പ്രവർത്തികൾ നടക്കുന്നതിനാൽ പ്രവർത്തികൾ അവസാനിക്കുന്നതുവരെ ഇതുവരെയുള്ള വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്നു. മെഡിക്കൽ കോളേജ് മുണ്ടത്തിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മെഡിക്കൽ കോളേജ് വെളപ്പായ റോഡ് വഴി തിരിഞ്ഞ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് സ്റ്റേറ്റ് ഹൈവേയിൽ എത്താവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ബസ്സിനെതിരെ നടപടിയെടുക്കാൻ ചെന്ന MVD ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന തോംസൺ ബസ്സിലെ ജീവനക്കാരാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചത്. ഉദ്യോഗസ്ഥർക്കു നേരെ ബസ്സിലെ കണ്ടക്ടറും സ്റ്റാൻഡിലുണ്ടായിരുന്ന ബസ് തൊഴിലാളികളും തട്ടിക്കയറി. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ബസ്സിൽ തൃശൂരിലേക്ക് യാത്ര ചെയ്തത്. പൈസ നൽകിയിട്ടും കണ്ടക്ടർ ടിക്കറ്റ് നൽകിയില്ല. വാഹനം തൃശൂർ മെട്രോ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോൾ ശക്തൻ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം യാത്രക്കാരെ ഇറക്കിവിട്ടു. പോലീസ് ഉദ്യോഗസ്ഥൻ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന് പരാതി നൽകി. ഉടൻ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ PV ബിജു, K വിപിൻ എന്നിവർ ശക്തൻ സ്റ്റാൻഡിലെത്തി വാഹനം പിടിച്ചെടുത്തു. പരിശോധനയിൽ എയർ ഹോൺ ഘടിപ്പിച്ചതായും ലൈസൻസ് ഇല്ലാത്തയാളെ കണ്ടക്ടറായി ജോലിക്ക് വെച്ചതായും ലൈസൻസ് കാലാവധി കഴിഞ്ഞയാളെ ഡ്രൈവറായി വെച്ചതായും കണ്ടെത്തി. റൂട്ട് മാറി ഓടിച്ചതിനും ടിക്കറ്റ് നൽകാത്തതിനും എയർ ഹോൺ ഘടിപ്പിച്ചതിനും ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നിട്ട് വാഹനം ഓടിച്ചതിനും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തതിനും മോശമായി പെരുമാറിയതിനും ഉൾപ്പെടെ 27,750 രൂപ പിഴ ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന ചടങ്ങിന്റെ കൊടിയേറ്റം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. കട്ടിലപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണക്കൂടാരം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിവുള്ളവരാകണം കോൺഗ്രസ് പ്രവർത്തകരെന്ന് പ്രതിപക്ഷ നേതാവ് പുന്നംപറമ്പിൽ നടന്ന ഭവനദാന ചടങ്ങിൽ പ്രസ്താവിച്ചു. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ സംവരണ വാർഡുകളെ നറുക്കെടുപ്പിൽ നിശ്ചയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.